എന്താണ് ഭക്തി? ഈശ്വരനോടൊക്കെ നമുക്കുണ്ടാകുന്നൊരു ഭക്തി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഇന്ന് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ഭക്തിയിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരും. യൗവനത്തിലോ കൗമാരത്തിലോ ഒന്നും പൂർണ്ണമായ ഒരു ഭക്തിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വേണമെന്ന് നമ്മുടെ പുരാണങ്ങളൊന്നും ഷഠിക്കുന്നുമില്ല. അതിനുള്ള മാർഗം കുട്ടിക്കാലത്തെ തുറന്നിടണം എന്നേ പറയുന്നുള്ളൂ. അനുഭവങ്ങളിലൂടെയാണ് ഭക്തിയിലേക്ക് എത്തിച്ചേരുന്നത്. അത് കുറച്ച് കാലമെടുക്കും എന്ന് മനസ്സിലാക്കുക. എങ്ങനെ അനുഭവം ഭക്തിയായി തീരുക? നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നടക്കില്ല, നമ്മൾ ആഗ്രഹിക്കാത്തത് പലതും നടക്കും, നമ്മൾ ചിന്തിക്കാത്തത് പലതും നമ്മൾ കേൾക്കും, നമ്മൾ ചിന്തിക്കുന്നതൊന്നും കേൾക്കില്ല. ഇങ്ങനെ ഈ ജീവിത ചക്രത്തിൽ കിടന്നിങ്ങനെ മറയുന്ന കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആഗ്രഹിച്ചതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നടന്നത് എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ബുദ്ധി കൊണ്ടാണ് അതുവരെ നമ്മൾ ചിന്തിച്ചിരുന്നത്. മറ്റുള്ളവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ രാമായണോ ഭാഗവതമോ അല്ലെങ്കിൽ ബൈബിളോ ഖുറാനോ ഒക്കെ മറ്റുള്ളവരുടെ ബുദ്ധിയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം മറ്റുള്ളവരുടെ ബുദ്ധിയാണ്. ആ ബുദ്ധിയിലൂടെയാണ് നമ്മൾ പലപ്പോഴും അന്ന് വരെ ചിന്തിച്ചിരുന്നെങ്കിൽ അതിനുശേഷം നമ്മളുടെ ബുദ്ധിയിലൂടെ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടേതായ ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടേതായ ഇച്ഛ കൊണ്ടോ ഒന്നും അല്ല ഈ പ്രകൃതി ഇങ്ങനെ നിലനിന്ന് പോകുന്നത്, നമ്മളും ഇങ്ങനെ നിലനിന്ന് പോകുന്നതെന്ന് എൻ്റെ അനുഭവത്തിൽ അത് ശരിയാണ് കേട്ടോ എന്ന് ബോധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. പിന്നെ ആരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഞാനും ഇത്രയും കാലവും ഇവിടെ ഇങ്ങനെ സഞ്ചരിച്ചത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ജീവിച്ചത്? അങ്ങനെ നമ്മളുടെ ബുദ്ധിയോടെ നമ്മൾ ചിന്തിക്കാൻ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കും, പിന്നെ ആർക്കാണ് സ്വാധീനം ഉണ്ടായിരുന്നത്? നമ്മൾക്കല്ല സ്വാധീനം, പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നവർക്കാണോ? ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്നവർ ആഗ്രഹിച്ചതുപോലെ ഇച്ഛിച്ചതുപോലെ ആ ജീവിതം നീങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നീങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നവരുടെ ജീവിതം നീങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നീങ്ങിയിട്ടില്ല എന്ന ബോധ്യവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരല്ല നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. പിന്നെ ആരാണ്? അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ളവരോ നമ്മളോ ആഗ്രഹിച്ചതുപോലെയല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോയത്. അപ്പോൾ പിന്നെ വേറെ ആരോ ആഗ്രഹിച്ചതുപോലെയാണല്ലോ ഇത് പോയത്. അതാരാണ്? പിന്നീടുള്ള നമ്മുടെ യാത്ര അത് ആരാണ് എന്നതിനെ കുറിച്ചുള്ള ബോധപൂർവമായ അന്വേഷണത്തിലേക്ക് എത്തിച്ചു. നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളുടെ പരിധിക്ക് പുറത്തു നിന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന അതാര്? ആ ചോദ്യത്തിന് ഉത്തരം ഈശ്വരൻ എന്ന രീതിയിൽ നമുക്ക് മുൻപ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ മാറ്റി നിർത്തി നമ്മളുടെ ബുദ്ധിയിലല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ ഒരു ഭാഗമാണ്. ഇതിപ്പോൾ എൻ്റെ കഴിവുകൊണ്ട് അങ്ങോട്ട് പോകും എന്ന് തീരുമാനിച്ച് നമ്മൾ പോയിരുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് മാറി അത് ആരാണ് എന്ന് രാമായണത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും ഒന്നും ചിന്തയിൽ നിൽക്കാതെ, ഖുറാന്റെയും ബൈബിളിൻ്റെയും ഒന്നും ആധികാരികതയിൽ നിൽക്കാതെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആ ഖുറാനും ബൈബിളും രാമായണവും ഭാഗവതവും ഒക്കെ പറഞ്ഞ ആ ഈശ്വരനിലേക്ക് പല പേരുകളിലാണ് കേട്ടോ പലതിലും പറയുക. രാമായണത്തിൽ പറയുന്ന പേരല്ല ഭാഗവതത്തിൽ പറയുക, ഭാഗവതത്തിൽ പറയുന്ന പേരല്ല ദേവി മഹാത്മ്യത്തിൽ പറയുക, ദേവി മഹാത്മ്യത്തിലും ഭാഗവതത്തിലും രാമായണത്തിലും ഒന്നും പറയുന്ന പേരല്ല ബൈബിളിൽ പറയുക, ഇതിലൊന്നും പറയുന്ന പേരല്ല ഖുറാനിൽ പറയുക, ഇതിലൊന്നും പറയുന്ന പേരല്ല ബുദ്ധമതത്തിൽ പറയുക, അല്ലെങ്കിൽ ജൈനമതത്തിൽ പറയുക. ഇങ്ങനെ പലതിലും പലതായി പറയപ്പെടുന്ന ആ ഒരു ശക്തിയെ വിഭിന്നമായി തന്നെ പറയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന നമ്മൾ
നമ്മളുടെ ബുദ്ധി കൊണ്ട് തന്നെ ഇതിലേതാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. നമുക്കവിടെ എത്തിച്ചേരണ്ടേ? നമ്മളെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് കണ്ടെത്തിയല്ലേ പറ്റൂ. അപ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് മറ്റാരുടെയും ബുദ്ധിയിൽ നിന്നെടുക്കാതെ നമ്മൾ സ്വയം തീരുമാനിക്കപ്പെടുമ്പോൾ, ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി ഈ പറയുന്ന രീതിയിൽ മറ്റു പുരാണങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ ഒന്നും പറയുന്ന രീതിയിലാണോ അല്ലയോ എന്നൊന്നും വിട്ട് നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കും, നമ്മളല്ല, മറ്റാരോ ആണ്. അതിന് പല പേരുകൾ പലതിലായിട്ട് പറയുന്നേ ഉള്ളൂ. അങ്ങനെ ആ ബോധം ഉറച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുന്ന ഒരു ശക്തിയിലേക്ക്, ഒരു നാമത്തിലേക്ക് നമ്മൾ നമ്മുടെ ബുദ്ധിയെ ചുരുക്കും. വികസിപ്പിക്കുമെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം, ചുരുക്കുമെന്ന് വേണമെങ്കിൽ അത് പറയാം. അത് ഓരോരുത്തരുടെ മനോഗതി അനുസരിച്ച് പറയാം, വികാസമാണോ ചുരുങ്ങലാണോ. ശരിക്കും എനിക്ക് പറയുന്നത് നമ്മൾ ആ ശക്തിയിലേക്ക് അന്തർമുഖമായി തീരും എന്നാണ്. നമ്മൾ അതിലേക്ക് അന്തർമുഖമായി തീരും. അങ്ങനെ നമ്മൾ അതിലേക്ക് അന്തർമുഖമായി തീരുമ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ നാമം പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാവാം, പുരാണങ്ങളിൽ പറയാത്ത പുതിയ നാമമാവാം, എന്താണെങ്കിലും ആ ശക്തിയെ നമ്മൾ സ്വയം അറിയുകയും അതിലേക്ക് അന്തർലീനമായി തീരുകയും ആ അന്തർലീനത ഭക്തിയായി മാറുകയും ചെയ്യും. ആ ഭക്തി ഒരു പരിധി വരെ നമ്മൾ അതിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നതാണ്. ആ അന്തർലീനമാണ്, ആ അന്തർമുഖതയാണ് യഥാർത്ഥ ഭക്തി. ആ ഭക്തിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ അറിയാത്തതായ ആനന്ദങ്ങളെ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പോലും അന്ന് വരെ കണ്ടെത്താത്ത ആനന്ദത്തെ, അത്ഭുതത്തെ, എന്തെന്ന് വിവരിക്കാൻ കഴിയാത്തതായ, വിചാരിക്കാനോ അല്ലെങ്കിൽ വിവരിക്കാനോ കഴിയാത്തതായ ഒരു മഹാ അനുഭവത്തെ നമ്മളിലേക്ക് വരുന്നു. ആ അനുഭവമാണ്, ആ തിരിച്ചറിവാണ്, ഞാൻ ഒന്നുമല്ലെന്ന ബോധമാണ്, ആ അന്തർമുഖത്വമാണ് യഥാർത്ഥ ഭക്തി. ആ ഭക്തിയിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ ഭഗവാനെ കാണാൻ കഴിയൂ. ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക്, ജീവിത സാക്ഷാത്കാരത്തിലേക്കും ആ ജീവിത സാക്ഷാത്കാരത്തിലൂടെ മുക്തിയിലേക്കും എത്താൻ കഴിയും. എല്ലാവർക്കും നമസ്തേ.